ഇന്ന് ഊട്ടിയിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ആദ്യം പോയത് ഹൈദരാബാദ് ബിരിയാണി ഹൗസിലേക്കാണ്. ഇവരുടെ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. മട്ടന്റെ മീറ്റ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അധികം സ്പൈസസ് ഇല്ലാത്തൊരു ഒതന്റിക് ടേസ്റ്റ് ആണ് ഇന്ത്യൻ ബേക്കറിയിലെ വർക്കി. ഊട്ടിയിലെ തണുപ്പത്ത് നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ വർക്കി. ക്രൗൺ ബേക്കറിയിലെ ഹണി കേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ 4 പീസസിന്റെ ഒരു ബോക്സ് ആയിട്ടാണ് വാങ്ങിയത്. കൊതി വന്നിട്ടേ അവിടെ നിന്ന് തന്നെ കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. അയ്യോ, വായിൽ വെച്ചപ്പോ തന്നെ മെൽറ്റ് ആയിട്ട് അലിഞ്ഞു പോയി. ആ 4 പീസിൽ 2 പീസ് ഞങ്ങൾ അപ്പൊ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല പഞ്ഞി പോലെ. ക്രൗൺ ബേക്കറിന്നേ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഹോട്ടൽ രാമചന്ദ്രയിലേക്ക്. ഇതും വളരെ ഫേമസ് ആണ് ഊട്ടിയിൽ. ഇവരുടെ മട്ടൻ ദോശയും ചിക്കൻ ബിരിയാണിയും ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ മട്ടൻ ദോശ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ഇതൊരു ഒതന്റിക് തമിഴ് ബിരിയാണി പോലെ തന്നെയാണ് തോന്നിയത്. നമ്മുടെ മലയാളികളുടെ ഒരു ബിരിയാണി ടേസ്റ്റ് അല്ല. ഈ ഒരു ഗ്രേവി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ബിരിയാണിക്ക് ഈ ഒരു ഗ്രേവി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഫൈനലി വി ആർ അറ്റ് മോഡീസ്. 1951 സ്റ്റാർട്ട് ചെയ്തതാണ് മോഡീസ്. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താഷിയോ, ചോക്ലേറ്റ് ബോംബ്, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. ഇവരുടെ തന്നെ ഐസ്ക്രീംസ് ഉണ്ട്. ചോക്ലേറ്റ്സ് ആണ് ഇവരുടെ മെയിൻ. അതും ഇവരുടെ ഈ ഒരു സ്ട്രോബെറി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ജാർ വളരെ ഫേമസ് ആണ്. ഫ്രഷ് സ്ട്രോബെറി ആണ് ഇവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു 3 സ്പൂണോളം ചോക്ലേറ്റ്സ് ഇവർ ഇതിൽ ഇടുന്നുണ്ട്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇത് വാങ്ങാനായി ഞങ്ങളവിടെ ക്യൂ ആയിരുന്നു. ഞാനും മോനും ആക്ച്വലി സ്ട്രോബെറി ഫാൻസ് അല്ല. സ്ട്രോബെറിയുടെ ആ ഒരു പുളി ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, അത് അടിപൊളിയാ. അതിനൊപ്പം തന്നെ ഇവരുടെ ഡോണറ്റ്സ്, ബ്രൗണീസും വളരെ ഫേമസാ.